ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്രാംസ് കിച്ചൻ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ? പരിപ്പും തക്കാളിയും. ഇപ്പോൾ കുറേ പേർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും, ഇത് ഞങ്ങൾ സ്ഥിരം വീട്ടിലുണ്ടാക്കുന്ന കറിയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ശരിയായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ വേർഷനാണ്. ഈ കറി പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ചെയ്യേണ്ടാവുക. പക്ഷെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ വേർഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നും ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നോക്കാം. 3/4 കപ്പ് പരിപ്പ് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ തലേ ദിവസം സോക്ക് ചെയ്യണതാണ് സാധാരണ, പക്ഷേ ഇപ്രാവശ്യം ഞാൻ സോക്ക് ചെയ്യാൻ മറന്നുപോയി തലേ ദിവസം. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട പരിപ്പാണ് ഇത്. ഇനി നമുക്കിത് വിസിലടുപ്പിച്ചെടുക്കണം. 2 വലിയ സൈസ് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അരപ്പിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 4 ചെറിയുള്ളി, പിന്നെ 1 വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കുറച്ച് ഒരു 4-5 ചെറിയുള്ളിയും കറിവേപ്പിലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പരിപ്പ് ഞാൻ പ്രഷർ കുക്കറിൽ 3 വിസിൽ അടിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് കുക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആദ്യം പരിപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മുരിങ്ങക്കായ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ കറിയിൽ മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ടതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പരിപ്പും തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. ഈ കറി ആക്ച്വലി എന്തൊരു എളുപ്പമാണെന്നറിയാം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊരു തിളച്ചു തുടങ്ങി. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം, അതുവരെ മാത്രം കുക്ക് ചെയ്താൽ മതിയാവും. 1 മിനിറ്റ് അടച്ചു വെച്ചു. അതിനുശേഷം ഞാൻ തുറന്നൊന്ന് നോക്കി. ഇപ്പോൾ തക്കാളി ഒന്നും കൂടി വെന്ത് കിട്ടാനുണ്ട്. ആ സമയം അരപ്പ് റെഡിയാക്കാം കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഈ കറി ഉണ്ടാക്കുമ്പോൾ മുരിങ്ങക്കായ ഇടും. പിന്നെ ഈ അരപ്പിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കില്ല. തേങ്ങയും പച്ചമുളകും ജീരകവും മാത്രം അരച്ചിട്ടാണ് അമ്മയൊക്കെ ഉണ്ടാക്കുന്നത്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഷ്ടമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യാം. വെറുതെ തേങ്ങയും പച്ചമുളകും ജീരകവും മാത്രം അരച്ചാൽ മതി. ഇപ്പോൾ അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു കറിയിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ബ്ലെൻഡർ കഴുകിയ ആ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് കടുക് വറുത്തിട്ടാൽ മതി. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി കൂടി വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയുള്ളി റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയുള്ളി ഒന്ന് ബ്രൗൺ നിറം ആവണ വരെ വറക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ വറുത്ത ഉള്ളിയും കടുകും മുളകും കൂടിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് കുറച്ച് നേരം വയ്ക്കുക. നമ്മുടെ കറി റെഡി. എനിക്കിത് വലിയ ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും മോരോ തൈരോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ്. അത് മതി ആക്ച്വലി ഊണ് കഴിക്കാൻ. അപ്പോൾ ഇതാണ് പരിപ്പ് തക്കാളി കറി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എളുപ്പമല്ലേ ഇത്? അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈവൻ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ നിങ്ങൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു കറിയാണിത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.